യെസ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചിട്ടില്ല. അങ്ങനെ 14 ദിവസം അദ്ദേഹം ജയിലിൽ കഴിയണം. പക്ഷേ നാളെ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജാമ്യം കിട്ടുമോ എന്ന് കണ്ടറിയണം. എന്തായാലും 1-2 കേസുകൾ പോലെയല്ല, കുറെ കൂടി ഗൗരവത്തിലുള്ള കുറ്റം ഇതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2024 ഏപ്രിൽ മാസം ആണ് ഈ പരാതിക്ക് ആധാരമായ കുറ്റം നടന്നത് എന്നതാണ് FIR-ലുള്ളത്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്ന് റിമാൻഡ് റിപ്പോർട്ട് FIR-ലുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA നിലവിൽ റിമാൻഡിലാണ്. 14 ദിവസം ജയിലിൽ കഴിയണം. ഒരു ക്രിമിനൽ കുറ്റത്തിനാണ് ഇപ്പോൾ പാലക്കാട് MLA അഴിക്കുള്ളിലാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 3ാമത്തെ പരാതിയാണ്. ആദ്യത്തെ 2 പരാതികളിലും ജാമ്യം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മണ്ഡലത്തിൽ സജീവമായി വരുന്നതിനിടയിലാണ് 3ാമത്തെ കേസ് അപ്രതീക്ഷിതമായി, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി എന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു പരാതി വരുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചു കാണില്ല. അങ്ങനെ ഇമെയിൽ വഴി എന്ന് വെച്ചാൽ ഓൺലൈൻ വഴി ഒരു പരാതി ലഭിക്കുന്നു. ഓൺലൈൻ വഴി തന്നെ വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയും പോലീസിന് നൽകുന്നു. വേഗത്തിൽ തന്നെ പോലീസ് ആക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇനിയും രക്ഷപ്പെടാൻ, ഒളിവിൽ പോകാനുള്ള അവസരങ്ങളൊന്നും നൽകാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടൽ രാത്രി തങ്ങുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ AIG പൂങ്കൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. ശേഷം അറസ്റ്റ്, പത്തനംതിട്ടയിൽ AR ക്യാമ്പിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ, അതിനുശേഷം വൈദ്യപരിശോധന ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡിൽ പോകുന്നു. ഇനി 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഇനി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. റിമാൻഡിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. അതിനിടയിൽ പരാതിക്കാരി നേരിട്ടെത്തണം, പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും നിരവധി വെല്ലുവിളികൾ ഈ കേസിലുണ്ട് എന്നതുകൂടിയുണ്ട്. അപ്പോൾ 3ാമത്തെ കേസിൽ 1-2 കേസുകളിൽ ഊരിപ്പോയതുപോലെ ഊരിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരെ അഴികൾക്കുള്ളിലേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. മാവേലിക്കര സബ് ജയിലിലേക്ക് ഇതിനകം അധികം ദൂരമില്ല. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് എത്താൻ അധികം ദൂരമില്ല. അങ്ങനെ അഴികൾക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം രാവിലെയോടുകൂടി കുടുംബത്തെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ കൈമാറിയിരുന്നു. എന്നതല്ലാതെ അഭിഭാഷകരുമായി സംസാരിക്കാൻ AR ക്യാമ്പിനകത്ത് വെച്ച് സാധിച്ചിരുന്നില്ല. പിന്നീട് അഭിഭാഷകരുമായി അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ സംസാരിച്ചിരുന്നോ എന്നറിയില്ല. എന്തായാലും ശാസ്തമംഗലം അജിത്ത് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ അറസ്റ്റ് അന്യായമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധനായ ഒരാളെ എന്തിന് അറസ്റ്റ് ചെയ്യണം എന്നതാണ് ശാസ്തമംഗലം അജിത്ത് ചോദിക്കുന്നത്. അതൊക്കെ ചോദ്യം ചെയ്തായിരിക്കും നാളെ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഈ കേസിന്റെ ഗൗരവം അതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഒപ്പം FIR-ലും ഒക്കെ നമ്മൾ കാണുന്നതനുസരിച്ച് കുറെ കൂടി ഗൗരവമുള്ള കേസാണ്. അതുകൊണ്ടും കൂടിയാണ് റിമാൻഡ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ജാമ്യം നൽകാതിരുന്നതും. ഇനി നാളെ ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ എന്താകും എന്നതും കൂടി കാണണം. ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ്, MLA ആണ്. വിഷ്ണു VS കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും മാവേലിക്കര സബ് ജയിലിലേക്ക് MLA-യെ മാറ്റിയിരിക്കുന്നു. ജാമ്യം മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടില്ല. കുറെ കൂടി ആ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളൊന്ന് വിശദീകരിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് വിധി ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ AR ക്യാമ്പിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രി കൊണ്ടുവന്ന് അവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതും. നീണ്ട നേരത്തെ വിശദീകരണത്തിന് ശേഷം മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് 14 ദിവസം അദ്ദേഹത്തെ റിമാൻഡിൽ വിടുകയായിരുന്നു. രാഹുലിനെ ഇപ്പോൾ മാവേലിക്കര കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ തരത്തിലുള്ള പരിശോധനകളും കഴിഞ്ഞ ശേഷമാണ് രാഹുലിനെ ഇപ്പോൾ മാവേലിക്കരയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാവിലെ
വലിയ തോതിൽ തന്നെ PR ക്യാമ്പിലെത്തിച്ച് രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. രാഹുലിൻ്റെ മൊബൈൽ അടക്കം പിടിച്ചു വാങ്ങുന്ന സമീപനമുണ്ടായിരുന്നു. പക്ഷേ അന്വേഷണങ്ങളോടും ചോദ്യം ചെയ്യലിനോടൊന്നും രാഹുൽ സഹകരിക്കാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് പറ്റും വിധത്തിലെല്ലാം രാഹുലിനോട് ചോദ്യങ്ങൾ ആരായുകയും രാഹുൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുന്നതൊക്കെ സാഹചര്യമുണ്ടായി. പക്ഷേ അദ്ദേഹത്തെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ഡിവൈഎഫ്ഐ പ്രത്യേകിച്ച് പൊതിച്ചോറ് നൽകിയവരെ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമാണ് ജനറൽ ആശുപത്രിയിൽ കാണാൻ സാധിച്ചത്. യുവമോർച്ചയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് കൂകി വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിഷേധം അറിയിച്ചു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം പഠിച്ച, രാഷ്ട്രീയത്തിൽ വളർന്ന ജില്ലയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉയരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന് പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്ത് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് 14 ദിവസം അദ്ദേഹത്തെ റിമാൻഡിലൊക്കെ വിടുമ്പോൾ വലിയ തരത്തിലുള്ള വിവാദത്തിലേക്കാണ് രാഹുൽ നടന്നു നീങ്ങുന്നത്. FIR ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വലിയ തരത്തിലുള്ള പീഡന കൃത്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ 14 ദിവസം റിമാൻഡ് കാലാവധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും നാടകീയമായ നീക്കങ്ങളൊടുക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സംഭവിച്ച വലിയ ട്വിസ്റ്റുകൾ കൊടുക്കും. അദ്ദേഹം അഴിക്കുള്ളിലാകുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് മാവേലിക്കര സബ് ജയിലിലേക്ക്. ഇടവേള കഴിഞ്ഞ് വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും തന്നെ മടങ്ങി വരും.